എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും താരനാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ചെയ്തു കൊടുത്താൽ മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് മുടികൊഴിച്ചിലും താരനും കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളിപ്പോൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും താരൻ്റെ പ്രശ്നവും മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നമൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് ചെറിയ രീതിയിൽ താരൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ താഴെ കമൻറ്റിൽ കുറേ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹെയർ ഫോൾ ആണ് എല്ലാവരും പറയുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾക്കിപ്പം ഹെവി ആയിട്ടുള്ള ഹെയർ ഫോളും ഡാൻഡ്രഫും ഉള്ള ഒരു സമയമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്താൽ മതി കേട്ടോ. ആഴ്ചയിൽ 2 തവണ വെച്ച് ഞാൻ ഈ കാണിച്ചു തരുന്ന ഹെയർ പാക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളൊരു 2 ആഴ്ചയൊക്കെ ആഴ്ചയിൽ 2 തവണ വെച്ച് ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാനിത് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടതാണ്. അപ്പോൾ 2 സ്പൂൺ ഉലുവ എടുക്കുക, എന്നിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർക്കാൻ ഇടുക. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കണമെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാനിപ്പോൾ തണുപ്പ് പറ്റാത്തതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഒഴിവാക്കിയത്. കഞ്ഞിവെള്ളം നിങ്ങളെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾക്ക് കുതിർക്കാൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ വെള്ളം അതുപോലെ തന്നെ ഉപയോഗിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ കഴുകിയിട്ട് കുതിർക്കാൻ ഇടാൻ വേണ്ടി പറഞ്ഞത്. ആ ഉലുവ കുതിർക്കാനിട്ട വെള്ളം കളയേണ്ട ആവശ്യമില്ല, അത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മുടി കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരൊക്കെ ആണെങ്കിലും 2 സ്പൂൺ തന്നെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിലും താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങളുടെ മുടിക്ക് സ്യൂട്ട് ആവുമെങ്കിൽ മാത്രം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അത്യാവശ്യം പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 2 സ്പൂൺ നിറച്ചും തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് താരൻ്റെ പ്രശ്നം, പിന്നെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇച്ചിങ്ങിൻ്റെ പ്രശ്നം, പിന്നെ സ്കാൽപ്പിൽ കുരുക്കൾ വരിക എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് തൈര് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പാക്കിൽ ചേർത്തിട്ടുള്ള ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നുപോലെ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഉലുവ എന്തായാലും അരച്ചെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വരുമല്ലോ, അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാക്ക് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു വൃത്തിയുള്ള തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. ഉലുവ പാക്ക് ആകുമ്പോൾ അരിക്കാൻ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് പാക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അരിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ നമുക്ക് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ നന്നായിട്ട് തിക്കായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അരിക്കാൻ പാടാണെങ്കിലും തേക്കാൻ നമുക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതാ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നന്നായിട്ട് തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ഫോമിൽ, നല്ലൊരു തിക്ക് ഫോമിൽ നമുക്ക് നമ്മുടെ പാക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ നിങ്ങൾ അരിച്ചെടുത്താൽ മതി. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നതാണ് അജി എങ്ങനെ ഇത്ര വൃത്തിയിൽ അരിച്ചെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വീഡിയോയിൽ മൊത്തമായിട്ട് കാണിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിക്കാതെ ഒരിക്കലും നിങ്ങൾ പാക്ക് ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. പാക്ക് നല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് തേക്കാൻ നല്ല എളുപ്പമാണ്. പിന്നെ ഞാൻ മുടിയിൽ ഓയിൽ തേക്കുന്നില്ല കേട്ടോ. ഇപ്പം എൻ്റെ മുടി ഡ്രൈനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ട്, പക്ഷെ നമ്മുടെ പാക്കിൽ നമ്മളിപ്പോൾ തൈര് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഡ്രൈ ഹെയർ വരൊക്കെ ആണെങ്കിൽ ഏത് പാക്ക് തേച്ചാലും മുടി ഡ്രൈ ആവുന്ന പ്രശ്നമുള്ളവരാണെങ്കിൽ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ നമ്മൾ സ്കാൽപ്പിലാണ് ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ സെക്ഷനായിട്ട് നമ്മൾ മുടി എടുത്തിട്ടാണല്ലോ നമ്മൾ പാക്ക് തേക്കുക. അപ്പോൾ അതേ രീതിയിൽ തന്നെ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു സെക്ഷനായിട്ട് മുടി ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ആയിക്കോളൂ കേട്ടോ. മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിങ്ങനെ തേക്കുമ്പോൾ ചെറിയൊരു മസാജ് ഇങ്ങനെ കൊടുക്കുന്നില്ലേ, അതേ രീതിയിൽ തന്നെ മസാജിങ് കൊടുത്താൽ മതി. വലിയ രീതിയിൽ മസാജിങ് കൊടുത്തു കഴിഞ്ഞാൽ ഉലുവ ആയതുകൊണ്ട് തന്നെ പശവശപ്പുണ്ടാവും, അപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പിന്നെ വലിയ രീതിയിൽ താരൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ പിന്നെ താരനൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പാക്ക് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ പാക്ക് തേക്കുന്നതിന് മുമ്പായിട്ട് മുടി ഒന്ന് ചീകി കളഞ്ഞിട്ട് തേക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തേക്കുന്ന സമയത്ത് മുടി ഇങ്ങനെ ജട പിടിക്കും, മുടി പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ തേച്ച് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മുടിയിലേക്ക് തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയിലേക്ക് തേക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തേച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്കാൽപ്പിൽ മാത്രം നിങ്ങൾ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. മുടിയിലേക്ക് തേച്ച് കഴിഞ്ഞാൽ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാൻ ഈ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെയർ ഫോളും താരനൊക്കെ കുറയണമെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ തേച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഹെവി ആയിട്ടുള്ള താരൻ്റെ പ്രശ്നമുണ്ട്, മുടി ഒഴിച്ചിലെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള മുടി ഒഴിച്ചിലൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്ര അളവ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 10-20 മുടിയൊക്കെ ഡെയിലി പോകുന്നത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഹെയർ കെയർ ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അതിലും നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ദിവസം ഒരു 50 മുടിയിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 100 മുടിയിൽ കൂടുതലൊക്കെ ആണെങ്കിലാണ് നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാക്ക് തേച്ച് ഇപ്പോൾ സ്കാൽപ്പിൽ തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടിയിലേക്ക് തേക്കുന്ന സമയത്ത് മുടിയിൽ കംപ്ലീറ്റ് ആയിട്ട് തേക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ മുടിയിൽ മൊത്തമായിട്ട് ഇപ്പോൾ എനിക്ക് പാക്ക് അത്യാവശ്യം ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുടിയിലും മുടിയുടെ ബാക്കിലൊക്കെ കറക്റ്റായിട്ട് തന്നെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇതുപോലെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരമൊക്കെ വെച്ചിട്ട് കഴുകുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഉലുവയായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് പറ്റാത്തവരാണെങ്കിൽ കുറഞ്ഞ സമയം നിങ്ങൾ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പൂ താളി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്താൽ മതി. എല്ലാവർക്കും അറിയാലോ, ഉലുവ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഉലുവയും നമ്മളിപ്പോൾ തേച്ച പാക്കില്ലേ, അപ്പോൾ ഉലുവ നമ്മുടെ മുടിയിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പോൾ ഞാനിത് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ എങ്ങനെയാണ് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുടി ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുടി ചുരുട്ടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 തവണ വെച്ച് നിങ്ങൾ പാക്ക് ട്രൈ ചെയ്താൽ മതി. ഇനി വലിയ രീതിയിൽ മുടി കൊഴിച്ചിലൊന്നും ഇല്ല, ഈ പാക്ക് ട്രൈ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 തവണ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.